പുനലൂർ നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റികളും ഗതാഗത പരിഷ്കരണങ്ങളുമെല്ലാം വഴിപാടായി മാറുന്നു. നഗരത്തിലെ പാർക്കിങ്ങും ഗതാഗതവുമെല്ലാം തോന്നിയ പടിയിൽ. ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചേർന്നിരുന്നു. വിപുലമായ ഗതാഗത പരിഷ്കരണങ്ങളാണ് കമ്മിറ്റിയിൽ ആസൂത്രണം ചെയ്തത്. ഇതനുസരിച്ച് മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ ഡ്രൈവേഴ്സ് യൂണിയനുകൾ, KSRTC, ആരോഗ്യ വിഭാഗം എന്നിവയ്ക്ക് യോഗ തീരുമാനങ്ങൾ രേഖാമൂലം കൈമാറുകയും ചെയ്തു. എന്നാൽ ഇവയൊന്നും നടപ്പിലാക്കാൻ ഇതേവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. തിരക്കേറിയ പുനലൂർ പട്ടണത്തിൻ്റെ ഗതാഗത ചുമതലയിലുള്ളത് 2 ഹോം ഗാർഡുകൾ മാത്രമാണ്. പ്രധാന ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച ഹോം ഗാർഡുകളുടെ സേവനം ആദ്യം ലഭിച്ചിരുന്നുവെങ്കിലും ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് കാരണം അത് ഫലപ്രദമായില്ല. കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി ഹോം ഗാർഡുകളുടെ സേവനം വിപുലപ്പെടുത്താനും അധികൃതർ മെനക്കെടുന്നില്ല. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് സമീപത്തും പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് സമീപത്തും മാത്രമാണ് നിലവിൽ ഹോം ഗാർഡുകളുടെ സേവനമുള്ളത്. ഇതിൽ പോസ്റ്റ് ഓഫീസിന് സമീപം ഗതാഗതം നിയന്ത്രിക്കുന്ന ഹോം ഗാർഡ് തന്നെയാണ് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത്. വാഹനങ്ങളുടെ അനധികൃതമായ പാർക്കിംഗ് ഏറെ ബുദ്ധിമുട്ടാണ് നഗരത്തിൽ സൃഷ്ടിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കൂറിലധികം സമയം നഗരം ഗതാഗതക്കുരുക്കിലായിരുന്നു. അനധികൃത പാർക്കിങ്ങും ഓട്ടോറിക്ഷകളുടെ കറങ്ങിയോട്ടവും തിരക്കേറിയ പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷകൾക്കും ടാക്സികൾക്കും പ്രത്യേകം നിർദ്ദേശങ്ങൾ റെഗുലേറ്ററി കമ്മിറ്റി നൽകിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. നഗരത്തിലൂടെയുള്ള പാതയുടെ ഒരു വശത്തു മാത്രം പാർക്കിംഗ് അനുവദിക്കാമെന്നിരിക്കെ ദേശീയപാതയുടെ അടക്കം ഇരുവശങ്ങളിലും അനധികൃത പാർക്കിംഗ് തുടരുന്നുണ്ട്. സ്കൂൾ അധ്യയന ദിവസങ്ങളിൽ കുട്ടികൾ കൂടി നഗരത്തിലേക്ക് എത്തുന്നതോടെ രാവിലെയും വൈകുന്നേരവും ഏറെ ഗതാഗത പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി പരിഷ്കരിച്ച നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും കൃത്യമായി ഏർപ്പെടുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന ഓണക്കാലത്ത് പട്ടണം ഏറെ ഗതാഗതക്കുരുക്കിലാകും. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.